ഹലോ ഗൈസ്, അങ്ങനെ ചെമ്പനീർ പൂവ് പുതിയ പ്രൊമോ. എന്റെ പൊന്നോ, നമ്മുടെ രവീന്ദ്രൻ ഉണ്ടല്ലോ, രവീന്ദ്രന്റെ ഒരു ഉറ്റ സുഹൃത്തില്ലേ, അദ്ദേഹത്തിന്റെ മകള് ഒളിച്ചോടി പോയി എന്നും പറഞ്ഞ് അദ്ദേഹം വന്ന് നമ്മുടെ രവീന്ദ്രന്റെ അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടേ. ലാസ്റ്റ് നമ്മുടെ സച്ചിൻ രേവതിയും കൂടെ ചെന്ന് ആ ഒളിച്ചോടി പോയ വീട്ടുകാർ, അതായത് ഈ മകൾ ഒളിച്ചോടി പോയ വീട്ടുകാരോട് സംസാരിക്കുവാണ്. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാര്യം ഈ ഒരു വിവാഹം എന്താ പറയാ സന്തോഷത്തോടുകൂടി തീരുമാനിച്ചാൽ അത് രണ്ടുപേർക്കും ഒരു നല്ല ജീവിതമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഈ ഒരു കല്യാണം സെറ്റ് ആക്കുക കേട്ടോ. അതായത് ഈ ഇഷ്ടപ്പെട്ട ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം സെറ്റാക്കി ഇവര് എന്താ പറയാ നിയമപരമായിട്ട് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ വേണ്ടി പോകുവാണേ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇവര് രവീന്ദ്രന്റെ ഉറ്റ സുഹൃത്താണല്ലോ. അപ്പൊ രവീന്ദ്രനും എല്ലാവരും കുടുംബസമേതം ഭയങ്കര അടിച്ചു പൊളിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ വീരാനിക്കയുടെ കസിന്റെ കല്യാണമായിരിക്കും അവിടെ വരാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ശ്രുതി ബീരാനിക്കയെ കാണുമ്പോൾ തന്നെ ബീരാനിക്കയെ മാറ്റി നിർത്തുന്നുണ്ട്. ബീരാനിക്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം എന്ന് പറയുമ്പോൾ നമ്മുടെ വീരാനിക്ക പറയുന്നുണ്ട്, അയ്യോ എനിക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല, ഇതെന്റെ അടുത്ത ബന്ധുവിന്റെ കല്യാണാ, എനിക്ക് അങ്ങനെ വിട്ടിട്ട് ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രുതി ആണെങ്കിലും നമ്മുടെ ബീരാനിക്കയുടെ കാലിൽ വീണ് പറയുന്നുണ്ട്, അയ്യോ ബീരാനിക്ക, എന്റെ ജീവിതം നശിപ്പിക്കല്ലേ, പോയി ഇവിടെ നിന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബീരാനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന രംഗവും നമ്മുടെ ശ്രുതി ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരു രംഗങ്ങളും തന്നെ ആട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശ്രുതിയുടെ കഥ കഴിയുന്നില്ല അല്ലെ പ്രേക്ഷകരെ? കാത്തിരിക്കട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.